ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നൈനിറ്റാളിലോട്ടാണ്. സോ നോയിഡയിൽ നിന്ന് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 7 to 8 hours ആണ് കാറിൽ എടുക്കുക. ഇവിടെ വിൻ്ററൊക്കെ തുടങ്ങി നല്ല തണവൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മോർണിംഗ് ഫോഗൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ റൂട്ട് നല്ല അടിപൊളി റോഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കയറി. നൈനിറ്റാൾ ഉള്ളത് ഉത്തരാഖണ്ഡ് എന്നുള്ള സ്റ്റേറ്റിലാണ്. സോ നമ്മൾ കഴിഞ്ഞ മസൂരി പോയതും ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. ഇതൊരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് ഗൈസ്. സോ നമുക്ക് ഇവിടെ തന്നെ ലൈക്ക് കാറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഡൽഹി നോയിഡയിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 7 hours to 8 hours ഒക്കെ എടുക്കും, ഇടയ്ക്കുള്ള കുട്ടി കുട്ടി ബ്രേക്സ് ഒക്കെ കഴിഞ്ഞിട്ട്. അതല്ല ഇനി നിങ്ങൾ റെയിൽവേ ലൈക്ക് ട്രെയിൻ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാത്തുഗോഡം എന്ന് പറഞ്ഞിട്ട് ഒരു 35 kilometer അവയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ടാക്സി എടുത്തിട്ട് നമുക്ക് വരാൻ പറ്റും. സോ ഗൈസ്, ഞാനിപ്പോൾ നൈനിറ്റാളിലെത്തി. ഇവിടെ വെതർ നല്ല ചില്ലിയാണ്. നമ്മൾ ആക്ച്വലി ഏർലി മോർണിംഗ് ആണ് ഇറങ്ങിയത്. സോ ഇവിടെ വരുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു പണി കിട്ടി. ലൈക്ക് വണ്ടി കുറച്ച് സീനായി, വല്ലാണ്ട് പുകയ്ക്ക് വന്നു. അപ്പോൾ നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ടിപ്പോൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ റൂം നല്ല കിഡു ഇൻറ്റീരിയേഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ, നമ്മൾ വേറെ അധിക ദിവസമൊന്നുമില്ല. സോ നമുക്ക് പട്ടണത്തോളം പ്ലേസസ് കവർ ചെയ്യണം. സോ ഞാൻ നിങ്ങൾക്ക് പട്ടണത്തോളം എല്ലാം കാണിച്ചു തരാം, ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്. സോ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ ബെസ്റ്റ് പ്ലേസസിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ലൈക്ക് ലോട്ട്സ് ആയിട്ട് ഇവിടെ കുറേ ആക്ച്വലി ഇവിടെ ധാരാളം നമുക്ക് സ്പോട്ട്സ് ഉണ്ട് കാണാനായിട്ട്. ലൈക്ക് ഇമ്പോർട്ടൻറ്റ് സ്പോട്ട്സ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നൈനിറ്റാൾ കാണാൻ നമുക്ക് ഒരുമിച്ച് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഇൻറ്റീരിയേഴ്സ് അടിപൊളിയാണ്. അതുപോലെ ഇവിടുത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഡയറക്റ്റ് നമ്മൾ ലേക്ക് നൈനിറ്റാളിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ നൈനിറ്റാൾ ലേക്കാണ്. നമ്മൾ ഡയറക്റ്റ് ലേക്കാണ് നമുക്ക് ഇവിടുന്ന് വ്യൂ കിട്ടണത് നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ. നെക്സ്റ്റ് നമ്മുടെ മേജർ പരിപാടിയായ ഫുഡിങ്ങിലോട്ട് പോവാണ്. സോ ഗൈസ്, ഇവിടെ വരുമ്പോൾ ഈ സംഭവം കഴിക്കണം എന്ത് വന്നാലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി 1.5 താലിയാണ് ഗൈസ്. ഇതിനൊരു പേരുണ്ട്, കുമാവു താലി എന്നാണ് പറയുക. ഇതിലുള്ള എല്ലാ ഡിഷസും ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ യൂഷ്വലി കഴിക്കുന്ന മസാല ടേസ്റ്റ് ഒന്നുമല്ല, എല്ലാത്തിനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ജേർണിയിൽ ആദ്യം പോകുന്നത് സ്നോ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട്. ഈ സ്നോ വ്യൂ പോയിന്റിൽ പോകാൻ റോപ്പ് വേ അവൈലബിൾ ആണ്, പക്ഷെ നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്ന്. സോ നമ്മൾ ടാക്സിയാണ് അതുകൊണ്ട് എടുത്തത്. നിങ്ങൾക്ക് 2 wheeler അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ടാക്സീസ് എടുത്തിട്ട് വേണ്ടി വരും നൈനിറ്റാളിൽ കറങ്ങാനായിട്ട്. കാരണം നമ്മളുടെ വെഹിക്കിൾസ് ഒന്നും അവിടെ അലൗഡ് അല്ല. റോഡുകളെല്ലാം ഭയങ്കര ടഫാണ് ഗൈസ്. സോ മേ ബി അതാണ് ഒരു മേജർ റീസൺ എന്ന് ഫീൽ ചെയ്യുന്നു. ലൈക്ക് ഹിൽസിലൊക്കെ ഓടിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. സോ ഗൈസ്, ആക്ച്വലി അവിടെ ചെന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്. അവിടെ ടെലസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ അവിടുത്തെ സ്നോ പീക്ക്ഡ് മൗണ്ടെയിൻസ് ഒക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ഓരോരോ പോർഷൻസ് നമ്മളവിടെ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് വേണം നമ്മൾ അവിടുത്തെ ടെലസ്കോപ്പ് യൂസ് ചെയ്തിട്ട് അത് കാണാനായിട്ട്. സോ ഇപ്പോൾ അറിവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും പേ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ടെലസ്കോപ്പിലൂടെ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ്. ഇതാണ് ആ വ്യൂ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് സ്നോ ക്യാപ്ഡ് മൗണ്ടെയിൻസ് കാണാം. മൗണ്ടെയിൻസിന് ഓരോരോ പേരുണ്ട്. അതുപോലെ ഒരു ടെമ്പിൾ കാണിച്ചു തരും. സോ ഇതെനിക്ക് ഞാൻ ആ ടെലിസ്കോപ്പ് വഴി എടുത്ത വീഡിയോ ആണ് ആക്ച്വലി. സോ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നേക്കഡ് ഐസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ അത് എക്സ്പെക്ട് ചെയ്ത് അങ്ങോട്ട് പോകണ്ട, ബിക്കോസ് ഞങ്ങളത് എക്സ്പെക്ട് ചെയ്ത് പോയി. സോ ദാറ്റ് കുറച്ച് ഡിസപ്പോയിൻ്റ് ആയി അവിടെ. പക്ഷേ ഇങ്ങനെ നമുക്ക് കാണാം, ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മന്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ നവംബർ ഒക്കെ ആണെങ്കിൽ യു ക്യാൻ അവോയ്ഡ്
ഇതവിടെ അവിടെ തന്നെ ഉള്ള ഒരു ടെമ്പിളാണ് അടുത്ത്. സോ നമുക്ക് അവിടെ ദർശനം ചെയ്തിട്ട് ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്ന അങ്ങോട്ടാണ്. വെരി നിയർ ബൈ ആണ്. ഈ സ്നോ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. സോ അതൊരു നല്ല പ്ലേസ് ആണെന്നാണ് കേട്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഈ കാണുന്ന ടവർ 360 എന്ന് പറയുന്ന സംഭവത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിവിടെ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ളതാണ്. ലൈക്ക് ആ റൗണ്ട് നമ്മൾ ഏറ്റവും മുകളിൽ വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരും. ലൈക്ക് 360 ഡിഗ്രി നമുക്ക് വ്യൂ കിട്ടും. ആ മൗണ്ടെയിൻസിൻ്റെയും എല്ലാത്തിൻ്റെയും വ്യൂ കിട്ടും. സോ ഐ തിങ്ക് ഇതൊരു നല്ല അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ ഗോ കാർട്ടിംഗ് ഉണ്ട്. സോ നമ്മൾ ആദ്യം അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അതുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് പോയി നോക്കാവേ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൈസസ്. അവർ നമ്മുടെ സീസൺ അനുസരിച്ചിട്ട് മാറ്റുന്നുണ്ട് റേറ്റ് എന്നാണ് അറിഞ്ഞത്. ബട്ട് 300 റുപ്പീസാണ് പെർ പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. സോ ഐ ഗസ് ദാറ്റ്സ് എ അഫോർഡബിൾ റേറ്റ്. സോ ഗൈസ്, നമ്മൾ 360 ടവർ എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ വിലയാണ്. ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്കറിയത് ഈ അറ്റത്ത് ആ അറ്റത്താണ് ഞാൻ പോകാൻ പോണത്. ഞാൻ അങ്ങോട്ട് ആകാശത്തോട്ട് പോകാൻ പോവാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്. സോ ഗായ്സ്, ഇത് നല്ല കിടു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലൈക്ക് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് എല്ലാ ലൈക്ക് അത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് മൊത്തമായിട്ട് വ്യൂ കിട്ടും. ലൈക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. സോ പ്രെറ്റിയാണ്. നിങ്ങൾ നൈനിറ്റാൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു മസ്റ്റാണെന്ന് തന്നെ ഞാൻ പറയാം. ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് നല്ല നമുക്ക് ലൈക്ക് ഒരു ലൈഫ് ടൈം മെമ്മറി പോലെ നമുക്ക് വെക്കാവുന്ന ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് കുറച്ച് നേരം നമ്മൾ മുകളിൽ ഇങ്ങനെ നിർത്തി പിന്നെ അതുപോലെ തന്നെ താഴ്ത്തു കൊണ്ടുവരും. ലൈക്ക് ഏറ്റവും അറ്റം വരെ നമ്മൾ മുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് മെല്ലെ മെല്ലെ താഴത്തേക്ക് അതേപോലെ തന്നെ കറക്കി തന്നെ കൊണ്ടുവരും. നമ്മളവിടെ ഗോ കാർട്ടിംഗ് എല്ലാം ചെയ്ത് വേഗം വൈൻഡപ്പ് ചെയ്തു. കാരണം നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും ലേക്ക് വ്യൂ കാണണം, രാത്രിത്തെ വ്യൂ കാണണം. നൈനിറ്റാൾ ലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഗൈസ്, തിരിച്ചിറങ്ങുമ്പോൾ ടൈമിലുള്ള വ്യൂ ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ എത്തിച്ചേരുന്നത് നൈനിറ്റാൾ എന്ന് എഴുതിയിട്ടുള്ള ഒരു ജംഗ്ഷനിലാണ്. ആക്ച്വലി അവിടെ നിന്നാണ് നമ്മൾ രണ്ട് സൈഡിലോട്ടായിട്ട് ഡീവിയേറ്റ് ആവുന്നത്. ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ സ്നോ പോയിൻ്റ് അങ്ങനത്തെ ഏരിയാസ്, ഒരു ഭാഗത്ത് പോകുമ്പോൾ സിറ്റി. ഈ സിറ്റി പോർഷനിലാണ് നമുക്ക് ലേക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നിന്ന് കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നൈനിറ്റാളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഭംഗിയാണ് കാണാൻ. മേജർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റഷ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കൽ ഒരു വലിയ പാടാണ്. ഭയങ്കര ദൂരത്ത് നിന്ന് പോയിട്ട് എടുക്കേണ്ടി വരുമെന്നെങ്കിൽ. പക്ഷെ നല്ല രസമുള്ള നല്ലൊരു വൈബി ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ എത്തുമ്പോഴേക്കും ഇരുട്ടായിരുന്നു. അറൗണ്ട് ഒരു 6:30 ആകുമ്പോഴേക്കും നല്ല ഇരുട്ടാവും ഇവിടെ. സോ അവിടെ ഈ ടിബറ്റൻ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ ലേക്കിലോട്ട് പോകാൻ. സോ ഞാൻ അവിടുത്തെ അങ്ങനെ ചുമ്മാ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. നല്ല രസമുള്ള നിറ്റഡ് ഡ്രസ്സസൊക്കെ കിട്ടും. എക്സ്പെൻസീവ് ആണോ ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വില പേശണം, നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. ചിലപ്പോൾ അവർ ബാർഗെയിൻ ചെയ്യാൻ സമ്മതിക്കില്ല നല്ല ക്രൗഡഡ് ആണെങ്കിൽ. പിന്നെ നമ്മൾ ലേക്കിൻ്റെ സൈഡിലോട്ട് പോവാണ്. ലേക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. ലൈക്ക് ഇവിടുന്ന് തന്നെ എനിക്ക് നല്ലൊരു വ്യൂ ഇങ്ങനെ കിട്ടുന്നുണ്ട് ലൈറ്റൊക്കെ ആയിട്ട്.
സോ നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. ഇനി ഗൈസ് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രാത്രി ബോട്ടിങ് ആക്ച്വലി അലൗഡ് അല്ല. പക്ഷേ ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവർ ചിലപ്പോൾ കൊണ്ടുപോകും. പക്ഷേ റിസ്ക് ആണ്. സോ ഞങ്ങൾ ആ പരിപാടിക്ക് നിന്നില്ല. വന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കും ലൈക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പോകാമെന്നൊക്കെ. പക്ഷേ ആക്ച്വലി അവിടുത്തെ ഗവൺമെൻറ് ബേസിസിൽ അത് അലൗഡ് അല്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് അണ്ടിൽ അൺലെസ് നമ്മളിങ്ങനെ ട്രിപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ മെൻ്റൽ പീസായിട്ട് പോയിട്ട് വരാൻ ഉപകരിക്കുക. സോ അങ്ങനെ നമ്മളത് അവോയ്ഡ് ചെയ്തു. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ് ടു സീ. സോ അന്നത്തെ രാത്രി ഞങ്ങളവിടെ വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ജസ്റ്റ് ആ വാക്ക്വേയിലൊക്കെ ഒന്നിങ്ങനെ നടന്നു. ഷോപ്പിംഗ് ഒന്നും അത്ര അധികമൊന്നുമില്ല കമ്പയറിങ് ടു മുസൂറി. അങ്ങനെ നമ്മൾ ഗുഡ് നൈറ്റ് പറയുകയാണേ. ഇനി നാളെ കാണാം.